ഈ ബുദ്ധന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ആള് ട്രിവാൻഡ്രത്ത് നിന്ന് തൃശ്ശൂർക്ക് വന്നതാണ്. എന്റെ ചേച്ചിയുടെ വീട്ടിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഈ കോട്ടിയാട്. ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോവാം. വേറെ എവിടെയല്ല, എന്റെ സ്വന്തം ചേച്ചിയുടെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാന്ന്. സ്ഥലം തൃശ്ശൂരാണ്. അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ക്ലബ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമ്മുടെ ചാനലിൽ ഒട്ടും ഇല്ലാത്ത ഒരു കോണ്ടന്റ് ആണ് ഡേ ഇൻ മൈ ലൈഫ്. ഒട്ടുമിക്ക യൂട്യൂബേഴ്സും വളരെ കോൺഫിഡന്റ് ആയിട്ടും അടിപൊളിയായിട്ടും ചെയ്യുന്ന ഒരു കോണ്ടന്റ് ആണ് ഡേ ഇൻ മൈ ലൈഫ്. പക്ഷെ എനിക്ക് ഒട്ടും വർക്കൗട്ട് ആവാത്ത അല്ലെങ്കിൽ ഒട്ടും കോൺഫിഡന്റ് ഇല്ലാത്ത ഒരു സംഭവമാണ് ഈ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ കുറെയൊക്കെ ഷൂട്ട് ചെയ്യും, പിന്നെ പകുതിയാകുമ്പോൾ ഞാൻ മറന്നു പോകും. അങ്ങനെ തലയും വാലും ഇല്ലാത്ത ഒരുപാട് വീഡിയോ ക്ലിപ്പുകൾ പണ്ട് മുതലേ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഡോക്യുമെന്റ് ചെയ്യാനായിട്ട്. എൻ്റെ ചേച്ചിയുടെ ഈ വീട് പുതിയ വീടാണ് കേട്ടോ. ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഒരുപാടായിട്ടില്ല. ഈ വീട്ടിൽ ഓരോ സാധനം വാങ്ങുമ്പോഴും അവൾ ഞങ്ങളെ വിളിച്ച് ചോദിക്കും, ഇത് നല്ലതാണോ, ഇത് ഓക്കെ ആണോ എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ ഓരോ സാധനവും എനിക്കും വളരെ പ്രിയപ്പെട്ടതാണ്. കാര്യം അവൾ എന്നെക്കാൾ 5 വയസ്സ് മൂത്തതാണെങ്കിലും ഞാൻ ചേച്ചി എന്നൊന്നും വിളിക്കാറില്ല കേട്ടോ. കാര്യം നടക്കാൻ വേണ്ടി മാത്രമുള്ളൂ എൻ്റെ ചേച്ചി വിളി. മാത്രമല്ല, അവളുടെ ഓരോ പ്രവൃത്തികൾ കാണുമ്പോഴും എന്നോട് അഭിപ്രായം ചോദിക്കലും കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഞാനാണോ ഇനി ചേച്ചി? എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ പറയുന്നത് അനുസരിച്ച് ഒരു പാവം കുട്ടിയായിട്ട് നിന്നിട്ടുള്ളത് അവളാണ്. ഞാനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റും. ചെറുപ്പത്തിൽ ഞങ്ങൾക്കൊരു കളി ഉണ്ടായിരുന്നു. അവള് മോഹൻലാലാവും, ഞാൻ മമ്മൂട്ടിയാവും. എന്നിട്ട് അടി തുടങ്ങും. പിന്നെ പറയണ്ടല്ലോ, കളി കാര്യാവും. ലാസ്റ്റ് അമ്മ വരുമ്പോഴത്തേക്കും ഞാൻ ഓടി രക്ഷപ്പെടും. പാവ അവള് എല്ലാ അടി ഏറ്റെടുക്കും. ഇതുവേ ഇതാണ് എന്റെ ചേച്ചി. ഇതൊക്കെ നമ്മൾ വന്നതിന്റെ സ്പെഷ്യലുകളാണ് കേട്ടോ. നമ്മുടെ ചാനലിലെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ അങ്കമാലി പോർക്ക് റോസ്റ്റ്. ഏകദേശം ഒരു 8 ലക്ഷത്തിന്റെ അടുത്ത് ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ട്. കാണുക മാത്രമല്ല, ഒരുപാട് പേര് ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് അടിപൊളിയായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പിന്നെ ഉള്ളത് കൊഴുവ ഫ്രൈ ആണ്. ഇത് കൊഴുവ ഇരുമ്പമ്പുളിയൊക്കെ ഇട്ട് വെച്ച ഒരു കറിയാണ്. അടിപൊളിയാണ് കേട്ടോ. അതിന് കോമ്പിനേഷനായിട്ട് കപ്പയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബാക്കി ഉണ്ടായിരുന്ന കറികൾ ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. ഈ വീട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. നല്ലോണം വെളിച്ചം വീടിന്റെ അകത്തേക്ക് കയറും. രണ്ടാമത്തെ, നല്ല സ്പേഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് ഈ വീട്ടിൽ കയറുമ്പോൾ തന്നെ കിട്ടും. ഈ വീടിന്റെ കംപ്ലീറ്റ് ഹോം ടൂർ വീഡിയോ എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. പുതുതായിട്ട് വീട് വെക്കുന്നവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എന്റെ ചേച്ചിയും ചേട്ടനും ഈ വീട് വെക്കുന്ന സ്റ്റാർട്ടിംഗ് സ്റ്റേജ് തൊട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തുന്നില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും പുതിയതായിട്ട് വീട് വെക്കുന്നവർക്ക്. എല്ലാവരും ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പകലൊക്കെ നല്ല വേറൊരു വൈബും, രാത്രിയാകുമ്പോൾ ഈ ലൈറ്റുകളൊക്കെ ഇട്ട് കഴിയുമ്പോൾ വേറൊരു ലുക്കാണ് ഈ വീടിനുള്ളത്. അപ്പോൾ എല്ലാവരും കൂടി പുറത്തു പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആദ്യം പോയത് ഞങ്ങൾ നല്ലൊരു അവിൽ മിൽക്ക് കഴിക്കാനാണ്. ഒരു തവണ കോഴിക്കോട് പോയപ്പോൾ അവിടെ നിന്ന് അവിൽ മിൽക്ക് ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി കടയുടെ ആണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇവിടുത്തെ അവിൽ മിൽക്ക് കൊള്ളാം. കാരണം നല്ലൊരു കടിക്കാനൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട് ഇതിൽ. എല്ലാവരും കൂടി ഇതുപോലെ പുറത്തൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കാഴ്ചകളൊക്കെ കാണുന്നത് ഇപ്പോൾ വേറൊരു വൈബാണ്. പണ്ട് അച്ഛൻ ഗൾഫിൽ നിന്ന് ലീവിന് വരുമ്പോഴാണ് ഞങ്ങളൊന്ന് പുറത്തൊക്കെ പോവാറ്. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് 2 പേരും 2 സ്ഥലത്തായി. ഒന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ അവളുടെ അടുത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ 2 പേരും കൂടി അങ്കമാലിൽ കൂടുമ്പോൾ ഇതുപോലെ എല്ലാവരും ചേർന്ന് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് സിനിമയ്ക്കൊക്കെ പോവാറുണ്ട്. നമ്മുടെ ഫാമിലിയുടെ കൂടെ ഇതുപോലെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ വേറെ ഒരു അനുഭവമാണ്. കാരണം അച്ഛ, അമ്മ, ചേച്ചി, ഞാൻ എന്നുള്ള ഞങ്ങൾ 4 പേരിൽ നിന്ന് ഇപ്പം ഞങ്ങൾ 8 പേരായി. അച്ഛയ്ക്കും അമ്മയ്ക്കും 2 ആൺമക്കളെയും കൂടിയും കിട്ടി. പിന്നെ ഞങ്ങൾ നേരെ പോയത് വടക്കുന്നാഥനിലേക്കാണ്. ശിവരാത്രിയോടനുബന്ധിച്ച് ഒരുപാട് പ്രോഗ്രാമുകൾ അവിടെ നടക്കുന്നുണ്ട്. അവിടെ കുറച്ചു നേരം പോയിരിക്കുകയും അവിടുത്തെ പ്രോഗ്രാമുകളൊക്കെ കാണുകയാണ് ചെയ്തത്. ഒരുപാട് പ്രോഗ്രാമുകൾ അവിടെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അതൊക്കെ കുറച്ചു നേരം കണ്ടതിന് ശേഷം പിന്നെ പോയത് ഫുഡ് കഴിക്കാനാണ്. അടിപൊളിയായിരുന്നു ഫുഡൊക്കെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ദിവസമായിരുന്നു അത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും